Good afternoon. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഇന്നലെ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 3 എന്താ പാഠത്തിന്റെ പേര്? മാനം അല്ലേ? മാനം. പാഠത്തിന്റെ പേരെന്തായിരുന്നു? മാനം. പാഠം 3 മാനം അല്ലേ? ഓക്കെ. എല്ലാരും പാടി നോക്കിയോ ഇന്നലേത്? ഓക്കെ, ഗുഡ്. അപ്പോ പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ, മാനം നോക്കി സഞ്ചാരം. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ അതായിരുന്നു ഇന്നലെ മാനം ഇന്നലെ പാട്ടാണ് പഠിച്ചത് അല്ലേ? അപ്പൊ എല്ലാരും വിധം പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാരും ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ആകാശത്തിലുള്ള പറവേനെ നോക്കി എന്താ കുട്ടി പറഞ്ഞത്? പ്രാവേ പ്രാവേ പോകരുതേ എന്ന് പറഞ്ഞു അല്ലേ? ഇനിയോ ആകാശപ്പറവയെ നോക്കി നിൽക്കുന്ന കുട്ടി അതിനോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയാ പറഞ്ഞത്? തന്റെ ഇഷ്ടവിഭവങ്ങളായ പാലും പഴവും തരാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടെന്ന് വെച്ച് പക്ഷി എന്ത് ചെയ്യുന്നേ? പക്ഷി ഇടുങ്ങിയ കൂട്ടിൽ താമസിക്കുന്നതല്ല ഇഷ്ടം അല്ലേ? പക്ഷി എന്ത് പറയുന്നേ? ഇഷ്ടം പോലെ വിഹരിക്കാൻ വേണ്ടി എനിക്ക് പാലും പഴവും അല്ല, ഭക്ഷണമല്ല വേണ്ടത്, എനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എന്നിട്ട് ആകാശത്തൂടി പറക്കുകയാണ്. അതാണ് പറയുന്നത് അല്ലേ? ഇടുങ്ങിയ കൂട്ടിൽ കഴിയാൻ തയ്യാറാവാതെ എന്നാ തയ്യാറായാലല്ലേ അത് നമുക്ക് പാലും പഴവും ഒക്കെ കൊടുക്കൂ അല്ലെ കൂട്ടിലെത്തിയാലേ? അപ്പോ അതല്ല വേണ്ടത്. ഇനി എന്താ പറയുന്നത്? കൂട്ടിൽ കുടുങ്ങി കഴിയാനല്ല, ഇഷ്ടഭോഗങ്ങൾ നഷ്ടപ്പെട്ടാലും, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള് നഷ്ടപ്പെട്ടാലും വിശാലമായ ആകാശത്ത് പറന്നു നടക്കാനാണ് പക്ഷി താല്പര്യപ്പെടുന്നത് അല്ലേ? ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എല്ലാരും പാടാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പ്രാവേ പ്രാവേ പോകരുതേ, ആംഗ്യം കാണിച്ച് കളിച്ചോണം എല്ലാവരുവേ. വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ, മാനം നോക്കി സഞ്ചാരം. ഓക്കെ, അപ്പൊ എല്ലാരും സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? ഒരു നല്ല സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും ആരും ബന്ധനത്തിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് അതിൽ പറഞ്ഞത്. പിന്നെ ഈ മാനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആകാശം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ആകാശത്തുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി പഠിക്കുന്നുണ്ട്. എന്തൊക്കെ? സൂര്യൻ, ചന്ദ്രൻ അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഈ പാട്ട് നല്ലപോലെ എല്ലാവരും പഠിക്കണേ. അപ്പോ നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? സൂര്യൻ. നെക്സ്റ്റ് പേജ് ഏതാ? all of you take a textbook, listen here. ഇപ്പോ 13 പേജ് നമ്പർ 13 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ? പ്രാവിന്റെ പാട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് മനസ്സിലായി ഇന്നലെ തന്നെ. അപ്പോ നെക്സ്റ്റ് എന്താ? സൂര്യൻ അല്ലേ റിച്ചാർഡേ? സൂര്യൻ, അതാ നമ്മൾ വായിക്കുന്നത്. നോക്കിയേ, സൂര്യനെ കണ്ടോ എല്ലാവരും? എല്ലാവർക്കും അറിയോ സൂര്യൻ? എന്താ ഇംഗ്ലീഷിൽ പറയാ സൂര്യനെ? സൺ. ഓക്കെ, അപ്പോ സൺ സൂര്യൻ അല്ലേ? അപ്പൊ സൂര്യനെ പറ്റി പറയുമ്പോ എന്തൊക്കെ പറയണ്ട്? എവിടെയാ സൂര്യൻ ഉദിക്കുന്നത്? ടീച്ചറെ അൺമ്യൂട്ട് ആക്കി തന്നില്ല. ഞാൻ അൺമ്യൂട്ട്
ആ സൂര്യൻ എന്ന് പറയാൻ. സണ്ണിന്റെ ഇംഗ്ലീഷ് വേർഡ് അല്ല, അങ്ങനെ സൂര്യന്റെ ചോദിച്ചില്ലേ, അപ്പോഴാണ് അൺമ്യൂട്ട് ചെയ്തത്. അപ്പൊ സൂര്യൻ എവിടെയാ ഉദിക്കുന്നത് റിച്ചാർഡേ? കിഴക്ക്. കിഴക്ക് അല്ലെ. കിഴക്കിന് എന്താ ഇംഗ്ലീഷ് പറയുക? സൗത്ത്. സൗത്ത് ആണോ കിഴക്ക്? ആണോ? അല്ല, കിഴക്ക് ഏതാ? ഈസ്റ്റ് ആണ്. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഇല്ലേ? സൺ എവിടെയാ റൈസ് ചെയ്യുന്നത്? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഇതാണ് നമ്മുടെ വശങ്ങൾ അല്ലെ. ദിക്കുകൾ ഏതൊക്കെയാ? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് അല്ലേ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ദിക്കുകൾ അല്ലേ. ഓക്കെ. അപ്പോ സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലേ. കിഴക്ക് എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺസെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഓക്കെ. അപ്പൊ എവിടെയാണ് അസ്തമിക്കുക? അസ്തമിക്കുക പറഞ്ഞാല് അറിയില്ലേ? സെറ്റ്സ്. ഓക്കെ. അപ്പോ എവിടെയാ അസ്തമിക്കുന്നത് സൂര്യൻ? പടിഞ്ഞാറ് അല്ലേ. പടിഞ്ഞാറ് അസ്തമിക്കും അല്ലേ. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലേ. സൂര്യനെ എല്ലാരും കണ്ടിട്ടുണ്ടോ? ദൂരത്ത് കണ്ടിട്ടുണ്ടോ സൂര്യനെ? ടൂർ പോയപ്പോ. അതെല്ലേ. സൂര്യന്റെ അസ്തമയം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലേ. അപ്പോ സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലേ. ഓക്കെ. നെക്സ്റ്റ് എന്താ? സൂര്യനെ കണ്ടു അല്ലെ നിങ്ങൾ എല്ലാവരും. നെക്സ്റ്റ് ഏതാ? ചന്ദ്രൻ. ചന്ദ്രനെ അറിയോ എല്ലാവർക്കും? ഏത് സമയത്താണ് ആകാശത്തിൽ ചന്ദ്രൻ ഉണ്ടാവുക? രാത്രിയാവുന്ന സമയത്ത്. രാത്രിയിൽ സമയത്ത് ഉണ്ടാവും അല്ലെ. ഓക്കെ. നിലാവുള്ള രാത്രിയിലൊക്കെ നമ്മൾ ചന്ദ്രനെ കാണാറുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ ചന്ദ്രൻ പാതി ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന ചന്ദ്രനെ നിങ്ങൾ കണ്ടോ എല്ലാവരും? ഇതുപോലെയും കാണാറുണ്ട്, ഇത് മുഴുക്കായിട്ടും കാണാറുണ്ട് അല്ലേ. നല്ല റൗണ്ടിലും കാണാറില്ലേ നമ്മള്? അപ്പോ ഇതിപ്പോ ഒരു തേങ്ങാപ്പൂള് വെച്ച പോലെ ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പോ ചന്ദ്രൻ, മൂൺ അല്ലേ, ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനെ നമ്മൾ കാണാറുണ്ട് അല്ലേ. പിന്നെ താഴെ വായിക്കാറുണ്ട്. മേഘം നീങ്ങി. മേഘം, മേഘം കണ്ടിട്ടുണ്ടോ? എന്താ മേഘം? ഇവിടെ ഉണ്ട്. അതെയാ, കാർമേഘങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. മഴ പെയ്യുമ്പോ ഇരുണ്ട് കൂടി വരും കാർമേഘങ്ങൾ അല്ലെ. ഓക്കെ. ഓ, കാർമേഘം ഉണ്ടല്ലോ ആകാശത്ത്, മഴ ഇപ്പം പെയ്യും തോന്നുന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് അല്ലെ നമ്മള്. അപ്പൊ മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു. ആദ്യത്തത് മേഘം നീങ്ങി. എല്ലാവരും മിസ്സിന്റെ കൂടെ. മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു. മാനം കറുത്തു. മാനം ആകാശാണ്, കറുത്തു. നക്ഷത്രം തെളിഞ്ഞു. നക്ഷത്രം, നക്ഷത്രത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? സ്റ്റാർ. ഓക്കെ. നക്ഷത്രം തെളിഞ്ഞു അല്ലേ. നക്ഷത്രം തെളിഞ്ഞു. ചന്ദ്രൻ ചിരിച്ചു. ചന്ദ്രൻ ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു. എങ്ങനെയാ പുഞ്ചിരി? പുഞ്ചിരി അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? റിച്ചാർഡ് ചിരിക്കാണ്, പുഞ്ചിരിക്കുന്നുണ്ട്. ഓക്കെ. പുഞ്ചിരി അറിയോ എല്ലാവർക്കും? എന്റെ പുഞ്ചിരി കുറച്ച് അധികം ആയിപ്പോയി അല്ലേ. പുഞ്ചിരി പോയി ചിരിയായിപ്പോയി ലേലൻ. ഓക്കെ. ആരൊക്കെയോ ഇരുന്ന് പുഞ്ചിരിക്കുന്നില്ല. പുഞ്ചിരി എങ്ങനെയാ? മന്ദസ്മിത എങ്ങനെയാ എല്ലാരും ചിരിക്കുക? ചെറുങ്ങനെ അപ്പൊ പുഞ്ചിരി.
ഓക്കെ. അപ്പൊ കുട്ടൻ പുഞ്ചിരിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെയെന്ന് പഠിച്ചു? സൂര്യൻ, ചന്ദ്രൻ അല്ലേ? സൂര്യനെ പറ്റി പഠിച്ചു. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചു അല്ലേ? 4 വശങ്ങൾ ദിക്കുകളുണ്ട്. ഏതൊക്കെയാ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓക്കെ. അപ്പൊ കിഴക്കാണ് സൂര്യൻ ഉദിക്കുക അല്ലേ? അതൊക്കെ ഓർമ്മിക്കണേ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ച വേറെ? മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു. വായിക്കണേ മിസ്സിലൂടെ എല്ലാരും. മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ തിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു. അപ്പോ ഇനി എല്ലാവരും താഴെ കാണുന്നതില് എഴുതണം കേട്ടോ. പെൻസിൽ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ താഴെ എഴുതാമെന്നുണ്ട്. അതില് മേഘം. മേഘം എഴുതി നോക്കിയിട്ട് നിർത്തിയതേ വിളിക്കേ. മേഘം, മേഘം എഴുതി എല്ലാവരും. മേഘം എഴുതിയോ ആദ്യ? മേഘം. നെക്സ്റ്റ് ചന്ദ്രൻ. ആയിഷ, അസ്ലഹ. അസ്ലഹ വീഡിയോ ഓൺ ചെയ്തേ മോളെ. ശരിയോ? മേഘം കഴിഞ്ഞിട്ട് ചന്ദ്രൻ. എന്താ എങ്ങനെ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എഴുതുന്നത് ചന്ദ്രൻ. ഇന്ദ്ര എഴുതാൻ കുറച്ച് വിഷമായിരിക്കും അല്ലേ? ചന്ദ്രൻ. ഇത് ചന്ദ്രന. ദായത് ഞായും ദായും. ചന്ദ്രൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇതെന്താ വായിക്കാ? ചന്ദ്രൻ എഴുതിയോ എല്ലാവരും? ചന്ദ്രൻ എഴുതാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മേഘം എഴുതി വെച്ചാൽ എഴുതി. അഫ്രാസെ എഴുതുന്നുണ്ടോ മോനെ? ജോബിനും ജോയിലും എഴുതുന്നുണ്ടോ? നിവേദ്യ, വിനോദ് എഴുതുന്നുണ്ടോ മോളെ? ഓക്കെ. അപ്പൊ മേഘം. സൽമാൻ എഴുതിയോ? ഓക്കെ. ചന്ദ്രൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏതാ? സൂര്യൻ. റസീൻ യൂസഫ് എഴുതുന്നുണ്ടോ? അസ്ലഹക്ക് വീഡിയോ ഓൺ. എന്തേ അസ്ലഹ വീഡിയോ ഓൺ ചെയ്യാത്തെ? ഓക്കേ. എഴുതിയ മോനെ? ഓക്കെ. ആദിത്യൻ. ആയുഷ്. കൊറേ സമയമായി ആയുഷ് കയറാൻ കളിക്കുന്നുണ്ട്. ആയുഷേ തോന്നി മോനെ. കൊറേ പ്രാവശ്യമായില്ലേ കേറാൻ നോക്കുന്നേ. ഓക്കെ. ഇഷികയും കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയതല്ലേ? ഇർഷാദ്. ദേവാങ്ക്. അനുഗ്രഹ. ഓക്കെ മിസ് കണ്ടു. ഓക്കെ. അൻവിതനെയും കണ്ടു ട്ടോ. അനുഗ്രഹ പോയി.
അനുഗ്രഹ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ ഇന്നലെ? Yes. ഓക്കേ. എന്തൊക്കെ ഉണ്ടാക്കി അമ്മ? പായസം വെച്ചോ? നമുക്കൊന്നും എന്ത് തരാഞ്ഞ പായസം അല്ലേ? ഞാൻ നമുക്കൊന്നും തന്നില്ലല്ലോ ഇവര്. അതെ അല്ലടാ, ഇന്നലെ ലേറ്റ് ആയിട്ടായിരുന്നു മിസ് കണ്ടത് കേട്ടോ. ഓക്കെ, ഇന്നലെ ക്ലാസ്സിൽ മോള് പറഞ്ഞുമില്ല. ആൻഡ്രോസേ എന്ത് പറയുന്നു? ആൻഡ്രോസേ എഴുതി കഴിഞ്ഞോ? ആൻഡ്രോസ് എഴുതിയോ? ഏതെങ്കിലും നല്ല പേജിൽ ഡിക്റ്റേഷൻ എഴുതാം. ഡിക്റ്റേഷൻ എല്ലാരും എഴുതിയോ? അത് മേഘം, ചന്ദ്രൻ, നെക്സ്റ്റ് എന്താ? സൂര്യൻ. സൂര്യൻ എഴുതിയേ. സൂര്യൻ. ദീക്ഷിത എഴുതുന്നുണ്ടോ മോനെ? സൂര്യൻ. നക്ഷത്രം. നെക്സ്റ്റ് ഏതാ? സൂര്യൻ കഴിഞ്ഞ് നക്ഷത്രം എഴുതിയേ. എഴുതിയോ എല്ലാവരും? ഫിനിഷ്? ഓക്കെ, ഫിനിഷ് ആയി. അയാൻ കഴിഞ്ഞോ? അയാൻ, അമാൻ, മാധവ്, ദേവർഷ കഴിഞ്ഞോ മോളെ? അദീന, ആദിത് കഴിഞ്ഞോ? ഓക്കെ. ആൻഡ്രോസ് ഇപ്പൊ വന്നതേ ഉള്ളൂ. ആൻഡ്രോസേ എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. നൈല, ഷക്കീർ, എല്ലാരും എഴുതി. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഇന്ന് പഠിച്ചത്? സൂര്യൻ, ചന്ദ്രൻ, മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു. ഓക്കെ. പിന്നെയോ എന്താ എഴുതാം എന്നുള്ളത് താഴെ എഴുതിയോ എല്ലാരും? മേഘം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം. എല്ലാവരും എഴുതിയോ? ഇത്രയും പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ ഇന്നലെ പഠിച്ചത്? മാനം എന്നുള്ള പാട്ട് പഠിച്ചു. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. നെക്സ്റ്റ് പേജിൽ എന്ത് പഠിച്ചു? സൂര്യൻ, സൂര്യനെ പറ്റി പഠിച്ചു. ചന്ദ്രൻ അല്ലേ? ചന്ദ്രനെ പറ്റി പറഞ്ഞു. മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു, മേഘം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം. ഓക്കെ, എല്ലാവർക്കും ഫിനിഷ് ആയോ? എത്ര വരെ എഴുതി കഴിഞ്ഞോ? ഓക്കെ. ആദിത്യ ഒന്ന് വായിച്ചേ. ആദിത്യത് സൂര്യൻ മുതല് അൺമ്യൂട്ട് ചെയ്തിട്ട്. സൂര്യൻ തെളിഞ്ഞു,
സൂര്യൻ. ചന്ദ്രൻ, ആ. സൂര്യൻ, ഉം. ഉം. മേഘം നീങ്ങി, ആ. അസ്തമിച്ചു, ഉം. മാനം കറുത്തു, ആ. നക്ഷത്രം തെളിഞ്ഞു. ഉം. ചന്ദ്രൻ ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു. ഓക്കെ. നെക്സ്റ്റ്. മേഘം, മേഘം. ചന്ദ്രൻ. സൂര്യൻ, ജിയ റോസ്. സൂര്യൻ. നക്ഷത്രം. ഓക്കെ, അയച്ചോ. നെക്സ്റ്റ് ആരാ ഇത് വായിക്കുന്നേന്ന്? നിവേദ്യ വിനോദ് ഒന്ന് വായിച്ചേ മോളെ. നിവേദ്യ, ഇവിടെ പോയി നിവേദ്യ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോളെ. സൂര്യൻ, ആ. ചന്ദ്രൻ, മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു. ഓക്കെ, നെക്സ്റ്റ്. മേഘം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്. സൂര്യൻ അസ്തമിച്ചു, പടിഞ്ഞാറ്. ഇഷിക രാജ്. ഇഷിക, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യുമോളെ. ആ. മേഘം നക്ഷത്രം തെളിഞ്ഞു, മേഘം, ചന്ദ്രൻ, നക്ഷത്രം. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഇപ്പൊ റിച്ചു രൂപേഷ്ണൻ എവിടെയോ കണ്ടുവല്ലോ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അനുഗ്രഹം ഒന്ന് വായിച്ചേ മോളെ. ഇല്ല അല്ലേ? ഓക്കെ, അൻവിത കെ. സൂര്യൻ, ചന്ദ്രൻ, മേഘം, മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുമ്പൻ കുട്ടൻ ചിരിച്ചു. മേഘം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം. ഓക്കെ, ഏബൽ മാത്യു. Okay, please unmute Abel Matthew.
ഒരു മിനിറ്റ് മോനെ. റിച്ചു രൂപേഷ്, റിച്ചു അവൻ വരാറേയില്ലല്ലോ. റിച്ചു റിച്ചു അൺമ്യൂട്ട് ചെയ്തേ. റിച്ചു പറ്റി മോനെ വരാതെ? റിച്ചു സൂര്യൻ, മേഘം നീങ്ങി, സൂര്യൻ, ഏബൽ, അതെല്ലാം അതിലുണ്ടാവും. ഏബൽ മാത്യു, കുറച്ച് തപ്പി തടയുന്നതിന് നല്ല പറഞ്ഞാ പോരെ. ഏബൽ മാത്യു വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഏബൽ മാത്യു വായിച്ചിട്ടല്ലോ തികച്ചും. എന്ത് പറ്റി? വായിച്ചു 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 സൂര്യൻ, ചന്ദ്രൻ, മേഘം സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു. നെക്സ്റ്റ് മേഘം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം. നക്ഷത്രം. ഓക്കെ വെച്ചോ. ഇനി ആർക്കെങ്കിലും വായിക്കണോ? ആദിത്യൻ, ആദിത്യൻ എവിടെ പോയില്ല? ആർക്കാ വായിക്കണ്ടേ? പാട്ട് പാടിയില്ല. ഇനി ആരാ വായിക്കുന്നേരത്തെ? ഇച്ചിരി ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡിക്റ്റേഷൻ അല്ലേ? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്റ്റേഷൻ. എല്ലാരും റെഡി ആയിട്ടാണോ വന്നത്? ആണോ? വെള്ളം, കിണർ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇടേട്ടോ മോനെ. അടുത്ത ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഉണ്ടാവുമേ, നമ്മൾ അന്ന് ഇട്ടതിന് ശേഷമുള്ള ഭാഗം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എല്ലാരും ചെയ്തു വിടണേ. എന്താണ് നമ്മൾ സാധാരണ എഴുതിക്കൊണ്ടിരുന്നതിന്റെ ബാലൻസ് ആയിട്ട് എഴുതണം കേട്ടോ. ഹോംവർക്ക് എവിടെ? കായൽ, കുളം, പല ആൾക്കും പല ഹോംവർക്കാ കണ്ടത്. ബുക്കില് അതുപോലെ അക്ഷരദീപത്തിലും ഹോംവർക്ക് എഴുതണം കേട്ടോ. അക്ഷരദീപം ബുക്കിലും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. അപ്പോ ഹോംവർക്ക് 2 ലൈൻ ബുക്കിൽ 2 ലൈനിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ തന്നെ എടുത്ത്. ഏത് എന്താടാ? Thank you, teacher. God bless you. Thank you. Next, ഇഷികാരാജിന് എന്താ പറയാനുള്ളത്? ഇഷികാരാജ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. മോൾ ഉണ്ടായിരുന്നില്ല അല്ലേ ക്ലാസ്സില്? കുറെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ഡിക്റ്റേഷൻ ഉണ്ടാവുമേ. അപ്പൊ എല്ലാ മക്കളും പഠിച്ചിട്ട് വരണേ. നല്ല കുട്ടികളായിട്ട് പഠിച്ചിട്ട് വരണം. എഴുതാൻ ഡിക്റ്റേഷൻ ഉണ്ടാവുമേ. ഓക്കെ,
അപ്പൊ എല്ലാവരോടും ബൈ. ആ ഓ ആൻഡ്രോസ് ഇങ്ങനെ ഉമ്മ വാങ്ങാറുണ്ട്. ഓക്കെ ആ എന്തടാ ആരോ ഒരാൾ എന്തോ ഡൗട്ട് ചോദിച്ചോ? ഡിക്റ്റേഷൻ ഏത് പേജിന്നാ? ഡിക്റ്റേഷൻ നമ്മൾ ആദ്യം ഇട്ടത് ഞങ്ങളിന് വരെയാണ് അല്ലേ? അതായത് പേജ് നമ്പർ ഇനി 9 മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുക. പാഠം 2 വെള്ളം. വെള്ളം എന്നുള്ളത് മുതൽ അങ്ങോട്ടുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും 10 വേർഡ്. ഓക്കെ അപ്പൊ ആ ഓക്കെ. അപ്പൊ എല്ലാവരോടും ബൈ. സി യു. നല്ല മക്കളായിരിക്കണേ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ആൻഡ്രോസേ ബൈ.